രാഹുലിനെതിരായിട്ടുള്ള ആരോപണം വന്നു. സോഷ്യൽ മീഡിയയിലൂടെ ചാറ്റിംഗ് നടത്തിയെന്നുള്ള ആരോപണമാണ്. ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു വ്യക്തി നിയമപരമായ ഒരു പരാതി നൽകിയിട്ടില്ല. നിങ്ങൾ ആലോചിക്കണം, കോൺഗ്രസിൻ്റെ നേതൃത്വം ഇങ്ങനൊരു പരാതി ചാനലിലും പത്രങ്ങളിലൊക്കെ വന്നപ്പോൾ അടിയന്തരമായിട്ട് ആവശ്യമായ നടപടി സ്വീകരിച്ചു. അത് പൊതുസമൂഹത്തിൽ കോൺഗ്രസ് പാർട്ടി എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഇതുപോലെ ഇതിനേക്കാൾ ഭീകരമായിട്ടുണ്ടായിട്ടുണ്ട്. അവരുടെ നിലപാട് എന്തായിരുന്നു, കോൺഗ്രസിൻ്റെ നിലപാട് എന്തായിരുന്നു ചർച്ച ചെയ്യപ്പെടേണ്ട സമയമാണ്. ഞാൻ പറയുന്നത്, രാഹുലിനെതിരായി ഈ ആരോപണം വന്ന ഉടനെ തന്നെ അടിയന്തരമായി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം പാർട്ടിയുടെ തീരുമാനപ്രകാരം രാജിവെച്ചു. പിന്നെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിൽ പോലും ഒരു പരാതി ഇതുവരെയും രാഹുലിനെതിരായിട്ടില്ല. അപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പാർട്ടി അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ രാജി. ഇനി മറ്റൊരു കാര്യം, ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അന്വേഷിച്ചിട്ട് രാഹുൽ കുറ്റക്കാരനാണോ, ഇതിലെന്താണ് പങ്കാളിത്തം എന്ന് ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ പുകമറ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും ചാടിയിറങ്ങി രാജിവെക്കണം എന്നാവശ്യപ്പെടുന്നത് ഇവിടെ ഒരു പ്രവണതയാണ്. ഈ പറയുന്ന DYFIയും BJPക്കാരും അവരുടെയൊക്കെ ഒരുപാട് പേര് പ്രതികളായപ്പോൾ, അറസ്റ്റിലായപ്പോൾ, ജയിലിലായപ്പോൾ അവരുടെ സമീപനം എന്തായിരുന്നു എന്നുള്ളതൊക്കെ പൊതുസമൂഹത്തിൽ അറിയാം. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായിട്ടുള്ള വേട്ടയാടലാണ്. ഒരിക്കലും അതിന് കൂട്ടുനിൽക്കൽ ഞങ്ങളുടെ ജോലിയല്ല. അപ്പോൾ നിയമപരമായിട്ട് എന്താണ് സംവിധാനം, അത് തീർച്ചയായിട്ടും കോൺഗ്രസ് എന്നുള്ള സംഘടന അത് പരിശോധിക്കും, വേണ്ടത് ചെയ്യും. ഓഡിയോ മെസ്സേജ് ഉൾപ്പെടെ ചാറ്റ് ഉൾപ്പെടെ പുറത്തു വരികയാണ്. എന്നിട്ടും ഇതൊരു രാഷ്ട്രീയ വേട്ടയാടലായിട്ട് അല്ല, ഞാൻ പറയുന്ന ഒരു ചാറ്റ് സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിച്ചുള്ള ഒരു ചാറ്റിന്റെ കാര്യം മാത്രമാണ്. പക്ഷേ നിർബന്ധപൂർവ്വം ഒരു അബോർഷൻ ചെയ്യിപ്പിക്കുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഓഡിയോ സന്ദേശമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതെല്ലാം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് കണ്ടെത്തിയിട്ട് ബാലാവകാശ കമ്മീഷനിലേക്ക് ഉൾപ്പെടെ പരാതി പോയിട്ടുണ്ട്. അല്ല, ഒരു കാര്യം ഞാൻ അതാ നേരത്തെ സൂചിപ്പിച്ചത്, ഈ ചാറ്റുകളുണ്ട്, പലരുടെയും വെളിപ്പെടുത്തലുകളുണ്ട്. പക്ഷെ അവരാരും പരാതിക്കാരല്ലല്ലോ, പരാതി നൽകിയിട്ടില്ലല്ലോ. ആര് പറഞ്ഞു? അത് നിങ്ങളുടെ വേഷനാണ്. നമ്മുടെ നാട്ടിൽ ഒരു നീതിന്യായ വ്യവസ്ഥയുണ്ട്. ഈ ആരാണ് പരാതി, ഇപ്പോൾ ഒറ്റൊരാളെ കുറിച്ച് വേറൊരാൾ പരാതി കൊടുത്താൽ അത് എത്രത്തോളം സ്റ്റാൻഡ് ചെയ്യുന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിച്ചോ. എനിക്ക് എൻ്റെ അനുഭവത്തിൽ പരാതി, ഇനി ഞാനാണ് പരാതി കൊടുക്കേണ്ടത്. എനിക്ക് വേണ്ടി മറ്റൊരാൾ കൊടുക്കണമെങ്കിൽ ഒരു വക്കീലിന് വക്കാലത്ത് കൊടുക്കണം. ആ വക്കാലത്താണ് പരാതിയായിട്ട് പോവുള്ളൂ. ഒരിക്കലും ഇത് സംഭവിച്ചു എന്ന് പറയുന്ന അല്ലെങ്കിൽ അനുഭവിച്ചു എന്ന് പറയുന്ന ഒരു വ്യക്തി പോലും രേഖാമൂലം ഇന്ന് വരെ ഒരു പരാതി നൽകിയിട്ടില്ല. ഒരു പോലീസ് സ്റ്റേഷൻ നൽകിയിട്ടില്ല, ഒരു നിയമ സംവിധാനത്തിൽ നൽകിയിട്ടില്ല. ഇങ്ങനൊരു പുകമറ സൃഷ്ടിച്ച് വലിയ വിവാദം ഉണ്ടാക്കിയപ്പോൾ തന്നെ പാർട്ടി അതിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നു. ഇത്രയും സഡൻ ആയിട്ട് ഏതെങ്കിലും ഒരു പാർട്ടി ഒരു തീരുമാനം എടുത്തായിട്ട് അറിയൂ? അല്ല, ആ പറഞ്ഞതിന് പരിഹാരം അപ്പോൾ ഉണ്ടാക്കിയിരുന്നു എന്ന് പറഞ്ഞല്ലോ അദ്ദേഹം. അദ്ദേഹത്തിനോട് വന്ന് പറഞ്ഞ ഒരു ഫോൺ ചാറ്റ് അല്ല, അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അതിന് എങ്ങനെയാണ് അത് സ്വീകരിക്കേണ്ടത്, ആ നടപടി അന്ന് സ്വീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് അദ്ദേഹം വിശദീകരിച്ചില്ലെന്ന് നേതാവ് ഇന്നലെ പറഞ്ഞത് അത്തരത്തിലൊരു പരാതി വന്നിട്ടില്ല എന്നാണ്. നോക്കൂ, ഒരു കാര്യം പറയാം, കോൺഗ്രസ് പാർട്ടിയിൽ അത്തരത്തിലുള്ള ആരോപണം വന്നാൽ അല്ലെങ്കിൽ ഇതുപോലെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞാൽ കർശനമായ നടപടി പാർട്ടി സ്വീകരിക്കും. അതിലൊരു വിട്ടുവീഴ്ചയില്ല. പക്ഷേ പുകമറ കേട്ടിട്ട് ചാടി ഓടി നടപടിയെടുക്കാൻ പറ്റില്ല. ഈ ഒരു പരാമർശം വന്നപ്പോൾ തന്നെ അദ്ദേഹത്തിനോട് സ്ഥാനം ഒഴിയാൻ പറഞ്ഞു. നിങ്ങൾക്കറിയാം, ഈ പാലക്കാട് ജില്ലയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. പാലക്കാട് ജില്ലയിലാണ്, കേൾക്കൂ, അങ്ങനെ അത് അങ്ങനെ ഒരു നിയമ സംവിധാനം. ആരെങ്കിലും, ഞാൻ ചോദിക്കട്ടെ, അല്ല, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേട്ട്, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് പിന്നെ രാജിവെക്കാൻ പറ്റുമോ ഒരു നിയമ സംവിധാനം? ഞാൻ ചോദിക്കട്ടെ, BJPയുടെ ഒരു പിന്നെ അലയൻസ് പാർട്ടിയായിരുന്നു കർണാടകയിൽ നിന്നുള്ള MP, ഞാൻ പേര് പറയുന്നില്ല, 1000 വീഡിയോ ആണ് ഇറങ്ങിയത്, 100 കണക്കിന് പരാതിയാണ്. MP സ്ഥാനം രാജിവെക്കാണ്ടേ പോയി ജയിലിൽ കിടന്നത്, നിങ്ങൾക്കറിയോ? അതൊന്നും അറിയില്ലല്ലേ? ഞാൻ ചോദിക്കണത്, പിന്നെ ആര് രാജിച്ചു? കോടതി അയാൾ അയോഗ്യനാക്കിയതാണ്, അല്ലാതെ രാജിവെച്ചിട്ടില്ല. അതെ ആയിരുന്നു. എന്നിട്ട് എന്താ ചെയ്ത്? രാജിവെച്ചോ? MLA സ്ഥാനം രാജിവെച്ചോ അദ്ദേഹം? എവിടെ രാജിവെച്ച്?
അപ്പം അതൊന്നും ഞാനത് ഒരു ഉദാഹരണത്തിന് അല്ല അതിന് പറഞ്ഞ ഉദാഹരണത്തിന് പോലെ അത് രേഖാമൂലം നൽകിയ പരാതി പുറത്തു വന്നിട്ടാണ്. രേഖാമൂലം നൽകിയ പരാതി പുറത്തു വന്നാണ് ഈ രാജി ആവശ്യമുണ്ടായത്. അവിടെ രേഖാമൂലം പരാതി പോലീസ് സ്റ്റേഷനിൽ പോയി കേസെടുത്ത് ജയിലിലായിട്ടാണ് പരാതി കൊടുത്തത്. അപ്പോൾ പരാതി പുറത്ത് വരേണ്ടി വന്നു. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ അത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാർട്ടി പരിശോധിക്കുമെന്ന് പറഞ്ഞല്ലോ. അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. കോൺഗ്രസ്സിന് അനഭിലഷണീയമായിട്ടുള്ള കാര്യം ആരുടെ ഭാഗത്തുണ്ടായാലും മുഖം നോക്കാതെ കർശനമായി നടപടി സ്വീകരിക്കുമെന്ന് നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒരു MLA എന്ന് പറയുമ്പോൾ ഈ പൊതുപരിപാടികൾ പങ്കെടുക്കേണ്ടി വരും. ഇന്നലെ DYFI പ്രഖ്യാപിച്ചിട്ടുണ്ട് അദ്ദേഹം ഇവിടെ പാലക്കാട് ഒരു പൊതുപരിപാടിക്ക് പങ്കെടുക്കാൻ പറ്റില്ല എന്ന്. താങ്കളുടെ ഫണ്ട് ഉപയോഗിച്ച് തന്നെ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം അതിൽ മുഖ്യാതിഥി ആയിരുന്നു. അപ്പൊ ഇങ്ങനെ ഈ പരിപാടികളിൽ നിന്ന് മാറി നിന്ന് അത് മണ്ഡലത്തിലെ ജനങ്ങളെ കൂടി ബാധിക്കില്ല സ്വാഭാവികം. DYFIന്റെ പ്രഖ്യാപനത്തിനൊന്നും ഞങ്ങൾ വില കൽപ്പിക്കുന്നില്ല. കാരണം കേരളത്തിലെ ജനകീയ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ നിലത്തിറങ്ങാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ് DYFI പ്രതിരോധിക്കുന്നു പറഞ്ഞ് വലിയ അട്ടഹാസം നടത്തി അദ്ദേഹത്തിൻ്റെ അക്രമം നടത്തിയിട്ടുണ്ട്. അത് ഞാൻ ചോദിക്കട്ടെ, ഒരു സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ആരോപണം വരുമ്പോൾ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ എതിർപ്പും ശക്തമായ പ്രതിഷേധം വരും. അതിലെന്താ പുതുമയുള്ളത്? ഇതെല്ലാം അങ്ങനെയുണ്ട്. അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ലല്ലോ. രാഹുലിനെതിരായിട്ട് നിയമ സംവിധാനത്തിൽ പരാതിയുണ്ടോ? ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലുണ്ടോ? ഏതെങ്കിലും FIR ഇട്ടിട്ടുണ്ടോ? എന്തെങ്കിലും ആരോപണം തെളിവായിട്ട് ഇനി പോകട്ടെ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു പരാതി കൊടുത്താൽ അയാൾ പ്രതിയാവുമോ? നിങ്ങളുടെ നിയമ സംവിധാനം അങ്ങനെയാണോ? ഒരു മാധ്യമ പ്രവർത്തകനെതിരായിട്ട് ഒരു പരാതി വന്നു, അയാൾ കേസിൽ പ്രതിയാവും? ഞാൻ ചോദിക്കട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. അതായത് ഒരു പരാതി കൊടുത്താൽ അത് പരിശോധിക്കാൻ ഇവിടെ പോലീസ് സംവിധാനം, നിയമ സംവിധാനമുണ്ട്. ആ പരാതി ശരിയാണോ നോക്കി ചാർജ് ഷീറ്റ് കൊടുക്കണം, കോടതി വരണം. കോടതി അന്തിമമായി കുറ്റക്കാരനാണെന്ന് വിധിക്കുന്നതുവരെ അയാളെ പ്രതിയാക്കി കാണാൻ പാടില്ല എന്നുള്ളത് ഇന്നത്തെ രാജ്യത്തെ രാഷ്ട്രീയ സംവിധാനമല്ല, നിയമ സംവിധാനമാണ്. ആ നിയമ സംവിധാനത്തെ എല്ലാ നിലയ്ക്കും അനുകൂലിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് അത്തരത്തിൽ അഴിമതിയാണെങ്കിലും ഇതുപോലെ നിയമവിരുദ്ധ പ്രവർത്തനമാണെങ്കിലും ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കില്ല, അതിന് കൂട്ടുനിൽക്കില്ല. അത് അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കും. അത് നോക്കേണ്ടത് ഞാനല്ലല്ലോ. ഞാനാണോ നിയമവ്യവസ്ഥ? നിങ്ങളുടെ പാർട്ടിമാരിയാണോ എൻ്റെ പാർട്ടി? നിങ്ങളുടെ പാർട്ടി അഴിമതി ആരോപണക്കാരെയും സ്ത്രീ പീഡന കേസിലെ പ്രതികളെയും നിങ്ങൾ തന്നെ അന്വേഷണ കമ്മീഷൻ വെക്കും. അതിൻ്റെ തീവ്രത കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ നിങ്ങൾ അളക്കും. അതുപോലത്തെ ഒരു സംവിധാനം കോൺഗ്രസ് പാർട്ടിയിലില്ല.